അമൃത, ഇനി പോകേണ്ടത് ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ്. അവിടെ ഇപ്പോൾ ഇതാ വിജയപ്രഖ്യാപനവുമായി രംഗത്തെത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ തിരികെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ സൈനിക നടപടി എന്ന് അവസാനിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണവും നടത്തി. 19 മിനിറ്റുള്ള അഭിസംബോധനയിൽ ഇറാനിലെ ആക്രമണം എത്ര ദിവസം നീളുമെന്ന് കൃത്യമായി പറയാനോ അടുത്ത നീക്കം എന്താണെന്ന് വ്യക്തത വരുത്താനോ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞില്ല. വിജയത്തിലേക്ക് അടുക്കുന്നുവെന്നും ഇറാന്റെ സൈനിക ശക്തി തകർത്തെന്നുമുള്ള പതിവ് അവകാശവാദം മാത്രം. ഭരണാധികാരികളെ വകവരുത്തിയെന്നും 2-3 ആഴ്ചയ്ക്കുള്ളിൽ ലക്ഷ്യം പൂർത്തീകരിച്ച് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ്. Never in the history of warfare has an enemy suffered such clear and devastating large-scale losses in a matter of weeks. Our enemies are losing in America, as it has been for 5 years under my presidency, is winning, and now winning bigger than ever before. After rebuilding our military during my first term, we have by far the strongest military anywhere in the world. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയെന്നും ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇറാനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്നും ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ആക്രമണം പ്രതിരോധിച്ചെന്ന് ഇസ്രായേലും പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.